ഇപ്പോൾ പൊതുദർശനം ആരംഭിച്ചിട്ടില്ല. കുടുംബാംഗങ്ങൾ വി എസിന് വിട നൽകുകയാണ് സ്വകാര്യമായി. അവിടേക്ക് ക്യാമറകൾക്കും പ്രവേശനമില്ല, അവിടേക്ക് ക്യാമറകൾ വരേണ്ടതില്ല എന്ന് പറഞ്ഞിരുന്നു. ഇതിനുശേഷം പൊതുദർശനം തുടങ്ങുമ്പോൾ ആ സമയത്ത് അവിടെ ക്യാമറകൾക്ക് പ്രവേശനമുണ്ട്. പൊതുദർശനം തുടങ്ങിയിട്ടില്ല. വിവിധ നേതാക്കൾ എവിടെയുണ്ട്. കേരളത്തിന്റെ പരിച്ഛേദം എന്ന് പറയാൻ കഴിയുന്ന വിധത്തിലുള്ള മുഖ്യമന്ത്രി ഇങ്ങോട്ട് എത്തുമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അദ്ദേഹം DC ഓഫീസിൽ തുടരുകയാണ്. ബാക്കി എല്ലാ നേതാക്കളും ഇവിടെയുണ്ട്. CPM-ന്റെ ജനറൽ സെക്രട്ടറിയും സംസ്ഥാന സെക്രട്ടറിയും ഉണ്ട്. MA ബേബിയുണ്ട്, MV ഗോവിന്ദൻ മാസ്റ്ററുണ്ട്, സജി ചെറിയാന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരുണ്ട്, CPIM-ന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്. MV ജയരാജന്റെ നേതൃത്വത്തിലാണ് സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഈ വിലാപയാത്ര ക്രമീകരിച്ചത്. M സ്വരാജ്, പുത്തലത്ത് ദിനേശൻ അടക്കമുള്ള സെക്രട്ടേറിയറ്റ് അംഗങ്ങളുണ്ട്, മന്ത്രിമാരുണ്ട്, UDF-ന്റെ നേതാക്കളുണ്ട്, PK കുഞ്ഞാലിക്കുട്ടിയും പാണക്കാട് സയ്യിദ് ഹൈദരലി ശിഹാബ് തങ്ങളും അടക്കമുള്ള നേതാക്കളുണ്ട്, കോൺഗ്രസ് നേതാക്കളുണ്ട്. അവർക്ക് ഇപ്പോൾ വി എസിനെ അവസാനമായി ഒരു നോക്ക് കാണാൻ അന്തിമോപചാരം അർപ്പിക്കാനുള്ള സമയം ഉണ്ടാകും. G സുധാകരൻ ജില്ലയിലെ മുതിർന്ന നേതാവ്, വി എസുമായി ആത്മബന്ധം സൂക്ഷിക്കുന്ന നേതാവ് ഇവിടെ ഉണ്ട്. അദ്ദേഹം രാവിലെ 8 മണിക്ക് ഇവിടെ എത്തിയതാണ്, വേലിക്കകത്ത് വീട്ടിലെത്തിയതാണ്. അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണ്. അദ്ദേഹം ഇരുന്നിടത്ത് നിന്ന് മാറിയിട്ട് പോലുമില്ല. G സുധാകരനുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാട് നേതാക്കൾക്ക് അന്തിമോപചാരം അർപ്പിക്കാനുണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പൊതുജനങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ സൗകര്യമൊരുക്കുന്നുണ്ട്. ഈ തിങ്ങിക്കൂടി നിൽക്കുന്ന, ഇവർ വിങ്ങി നിൽക്കുന്ന ജനക്കൂട്ടമെന്ന് ഞാൻ പറയും. കണ്ഠമിടറി നമ്മൾ അവരോട് സംസാരിച്ചാൽ അവർ കരഞ്ഞു പോകും എന്ന അവസ്ഥയായിരുന്നു രാവിലെ മുഴുവൻ. അവർ ഭക്ഷണം കഴിക്കാതെ, വെള്ളം പോലും കുടിക്കാതെ എത്രയോ മണിക്കൂറായി ഒരൊറ്റ നിൽപ്പ് നിൽക്കുകയാണ്. അവർക്കൊറ്റ ഒരാഗ്രഹമേ ഉള്ളൂ, ഒരു പരാതിയുമില്ല. എത്ര നേരം നിന്നാലും ഒരു പരാതിയുമില്ല. വി എസിനെ കാണണം എന്ന ഒരേ ഒരു ആഗ്രഹം മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്. ആ ആഗ്രഹം ഒടുവിൽ പൂർത്തിയാകുകയാണ്, അത് പൂർത്തീകരിക്കപ്പെടുകയാണ്. VS അച്യുതാനന്ദൻ എന്ന മഹാമനുഷ്യനെ അവസാനമായി ഒരു നോക്ക് കണ്ട് അദ്ദേഹത്തിന് വേണ്ടി ഒരു പൂവിതൾ സമർപ്പിച്ച് ഒന്ന് മുദ്രാവാക്യം പിടിച്ച് മടങ്ങുക. VS മുന്നോട്ട് വെച്ച ആദർശങ്ങൾ അനശ്വരമാക്കുക, അതെന്നും ഹൃദയത്തിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ് ഇനി അവരെ സംബന്ധിച്ചുള്ള മാർഗം. VS അമരനാണ്, VSന് മരണമുണ്ടാകില്ല എന്ന മുദ്രാവാക്യം ഇവിടെ ഇടതടവില്ലാതെ മുഴങ്ങുന്നത് നമ്മൾ കണ്ടു. അത് രാവിലെ മുതൽ മുഴങ്ങിക്കൊണ്ടേയിരിക്കുകയായിരുന്നു. VS അനേക ലക്ഷം മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ലബ്ധപ്രതിഷ്ഠനാവുകയാണ്. അദ്ദേഹം അവിടെ പ്രതിഷ്ഠിക്കപ്പെടുകയാണ് എന്ന് പറയാം. VSന്റെ അടുത്ത ബന്ധുക്കൾക്ക് ഇപ്പോഴാണ് അന്തിമോപചാരം അർപ്പിക്കാനുള്ള അവസരം. ഇപ്പോൾ ഈ വേലിക്കകത്തെ വീട് VS അച്യുതാനന്ദൻ വിവാഹം കഴിച്ചതിന് ശേഷം വാങ്ങിച്ച വീടാണ്. ഈ പ്രദേശത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ കുടുംബ വീട്, വെന്തലത്തറ വീടുള്ളത്. അവിടെ സഹോദരി ആഴിക്കുട്ടിക്കാണ് അദ്ദേഹം അവിടെ വീട് പണിത് കൊടുത്തത്. 4 അംഗങ്ങളുള്ള VSന് 3 ഒരു സഹോദരിയും 2 സഹോദരന്മാരുമാണ് ഉണ്ടായിരുന്നത്. VS ഈ നാടിന്റെ, ആലപ്പുഴയുടെ, പുന്നപ്രയുടെ ഒക്കെ വീരപുത്രനാണ്. ആ വീരപുത്രന്റെ വീട്ടിലേക്കുള്ള മടക്കമാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. VS അച്യുതാനന്ദൻ അദ്ദേഹത്തിന്റെ വേലിക്കകത്ത് വീട്ടിൽ ഇപ്പോൾ അഭിലാഷ് മോഹനാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.
കണ്ഠമിടറി മുദ്രാവാക്യം വിളികൾ ഉയരുകയാണ് വേദിക്കകത്ത്. വീട്ടിൽ മറുഭാഗത്ത് വലിയ ചുടുകാട്ടിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അവിടെ അദ്ദേഹത്തിന് സംസ്കരിക്കാനുള്ള ഒരുക്കങ്ങൾ കൂടി ഇപ്പോൾ പുരോഗമിക്കുകയാണ്.